മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘൻ മഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇനി ഉണ്ണിക്കും നിനക്കും അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം കിട്ടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ അങ്ങനെ സ്വത്തിനോടും പണത്തിനോടൊന്നും വലിയ താല്പര്യം തോന്നുന്നില്ല. കല്യാണശേഷം ആകെ ഒരു മാറ്റം പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മേഘൻ മഞ്ജുവുമായിട്ട് എല്ലാ അർത്ഥത്തിലും ഒന്നാകാനായിട്ടുള്ള ഒരു താല്പര്യം കാണിക്കുമ്പോൾ മഞ്ജു അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ചിങ്ങമാസം വരെ ഞാനൊരു വ്രതത്തിലാണെന്നും നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ മേഘന് മഞ്ജുവിൻ്റെ ആ വാക്കുകൾ അത്രയ്ക്ക് വിശ്വാസം വരുന്നില്ലെങ്കിലും വേറെ വഴിയില്ലാതെ മഞ്ജുവിൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. പിന്നീട് മഹാലക്ഷ്മി തന്നെ മോഹിനിയെ നേരിട്ട് വിളിക്കുന്നതോടുകൂടി മോഹിനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ട്. തുടർന്ന് മഹാലക്ഷ്മി അവരുടെ ചതിയെക്കുറിച്ചെല്ലാം മോഹിനിയോട് പറയുന്നുണ്ട് കേട്ടോ. നമ്മളും ഇനി പാവമായിട്ട് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രതാപിനെ കാണുമ്പോൾ ആരാചാരുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് മോളുടെ കൂടെ എന്തിനും ഈ അമ്മയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മോഹിനി. മാർക്കോയാണെങ്കിലും പ്രതാപനും മേഘനും അവരൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അതുകൊണ്ട് അമ്മ 2-3 ദിവസത്തേക്ക് പ്രതാപൻ്റെ മുന്നിൽ സങ്കടം അഭിനയിക്കേണ്ടി വരും. ഒട്ടും സന്തോഷമുള്ളതായിരിക്കും അവർക്ക് തോന്നരുതെന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും തന്നെ എന്തിനും തയ്യാറാണെന്ന് മോഹിനി പറയുന്നുണ്ട് മാർക്കോയോട്. ആണെങ്കിലും അമ്മയോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വല്ലാതെ തന്നെ ആശ്വാസം തോന്നുന്നുണ്ട്. കണ്ണനും മാർക്കോയും പറയുന്നത് എന്ത് തന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിലും അതിൽ അമ്മയുടെ കണ്ണുനീർ വീഴ്ത്തിക്കൊണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ട് കേട്ടോ മോഹിക്ക്. ഇതൊന്നും അറിയാതെ മണ്ടന്മാരാവുന്നുണ്ട് പ്രതാപനും മേഘനും. എല്ലാ അർത്ഥത്തിലും സന്തോഷിച്ച് മതിമറക്കാണ്. അങ്ങനെ മാർക്കോയുടെ തിരക്കഥ തുടങ്ങുകയാണ്. മഞ്ജു ആണെങ്കിലും സാഗറിൽ നിന്നും ഏട്ടത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നറിയുന്നതിൻ്റെ ആ ഒരു ആശ്വാസത്തിലാണ്. അങ്ങനെ മേഘനാണെങ്കിൽ മഹാലക്ഷ്മി ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലെല്ലാം മഞ്ജുവിനോടായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ ഏട്ടത്തിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അവരൊരു ദിവസം തൻ്റെയൊക്കെ മുന്നിലേക്ക് കടന്നു വരും, അന്ന് തൻ്റെ മുഖത്തെ ഈ ചിരി മായുന്നത് കണ്ട് ഞാൻ സന്തോഷിക്കുമെന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ ഗുണ്ടകളോടും മാർക്കോ തൻ്റെ മനസ്സിലെ പ്ലാനിങ്ങിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അണ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ എന്തിനും അണ്ണൻ്റെ കൂടെയുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഗുണ്ടകൾ. അങ്ങനെ തൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് മാർക്കോ ഗുണ്ടകളോടായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപ്രകാരം ഗുണ്ടകൾ മേഘൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഞങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നു, അന്ന് നമ്മൾ ചിത കൂട്ടി കത്തിച്ചില്ലേ ആ പെൺകുട്ടിയായിരുന്നു അത് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് അടിച്ച് ഫിറ്റായിട്ട് വെറുതെ തോന്നിയതാവും, ഈ പ്രേതം ആത്മാവ് എന്നൊരു സംഗതിയില്ല എന്നെല്ലാം പറയുമ്പോൾ അല്ല സാറേ, ഞങ്ങൾ കണ്ടതാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ ഗുണ്ടകൾ. നിങ്ങൾ എവിടെ വെച്ച് അവളെ കണ്ടത്? ചിലപ്പോൾ അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ സ്ഥലം പറ, ഇതിന് പിന്നിൽ ആരാണെങ്കിലും ഞാൻ അവരെ കണ്ടുപിടിച്ചിരിക്കും എന്ന് തന്നെ മേഘൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗുണ്ടകൾ പറഞ്ഞ സ്പോട്ടിലേക്ക് മേഘനും ചെല്ലുന്നുണ്ട്. അവിടെ എത്തുന്നത് മേഘൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആകുന്നുണ്ട് കേട്ടോ. തുടർന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് കാറിൻ്റെ പ്രോബ്ലം ചെക്ക് ചെയ്യാനായിട്ട് മേഘൻ ഇറങ്ങുകയാണ്. ഇതേ സമയം കാറിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് എന്നുള്ളൊരു ശബ്ദം കേട്ട് മേഘൻ തിരിഞ്ഞു നോക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്നതും അന്ന് ചിത കൂട്ടി കത്തിച്ച ആ പെൺകുട്ടി നിൽക്കുന്നത് കണ്ട് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അപ്പോൾ തന്നെ മേഘൻ്റെ മോദം പോവുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയം മാർക്കോയും ലോപ്പസും കൂടി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവർ മേഘൻ്റെ ബോഡി എടുത്ത് മേഘൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേഘൻ്റെ വീട്ടിൽ വെച്ചും അവിടെ പ്രേത സാന്നിധ്യം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളെല്ലാം മഹിം ചെയ്യുന്നുണ്ട്. അതായത് ദേഹത്തെ തീ ആളിപ്പടരുമ്പോൾ നിലവിളിച്ച് കരയുന്ന ഒരു പെൺകുട്ടിയുടെ പോലെയൊക്കെ മഹി അവിടെ അലറി വിളിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ശബ്ദം കേട്ട് വാമനും സീമന്തിനിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടെ ബോധം കെട്ട് കിടക്കുന്ന മേഘനെ കണ്ടിട്ട് രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ മാർക്കോയുടെ പ്ലാൻ ശരിക്കും വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കാണുന്ന മഞ്ജുവിനാണെങ്കിൽ ഇത് മാർക്കോയും കണ്ണേട്ടനും ഏട്ടത്തിയും ഒക്കെ കൂടി ചെയ്യുന്ന പ്ലാനാണ്. അവരുടെ ടെൻഷനും പരിഭ്രമവും ഒക്കെ കണ്ട് മനസ്സിൽ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാർക്കോയിൻ്റെ ആ പ്ലാൻ ശരിക്കും അവിടെ ഏൽക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ഊഴം നമ്മുടെ പ്രതാപനും മുത്തശ്ശിക്കാണ് കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ മഹാലക്ഷ്മി പ്രേതമായിട്ട് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അവളുടെ ആത്മാവ് മോക്ഷം കിട്ടാതെ അവിടെ എവിടെയൊക്കെ അലഞ്ഞു തിരിയും എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ തന്നെ മുത്തശ്ശിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ വീട്ടിലെത്തുന്നതും മഹാലക്ഷ്മി തൻ്റെ ആത്മാവ് ഗതി കിട്ടാതെ അവിടെ അലയുന്നുണ്ട്, പ്രേതമായിട്ട് അലയുന്നുണ്ട് എന്നെല്ലാം വരുത്തി തീർക്കുന്നുണ്ട്. അതിൽ മഹാലക്ഷ്മി ശരിക്കും വിജയിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ
പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും കരുണയുടെയും മുന്നിലും മഹാലക്ഷ്മി പ്രേതമായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇത് കണ്ട് 3 പേരും ശരിക്കും അലറി നിലവിളിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്കാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടിട്ട് മേഘനെ പോലെ തന്നെ തളർന്നു വീഴുന്നുണ്ട്. പക്ഷേ നമ്മുടെ മോഹിനിയാണെങ്കിൽ ഇതെല്ലാം അവരുടെ പ്ലാനാണ്, നമ്മുടെ പൊന്നുമോളുടെയും അതുപോലെ തന്നെ മാർഗോയുടെയൊക്കെ പ്ലാനാണ് എന്ന് മനസ്സിലാക്കി അവരുടെ ഈ ഒരു വെപ്രാളമൊക്കെ കണ്ട് പേടിയൊക്കെ കണ്ട് മനസ്സിൽ ചിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഈ എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്